ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ തൗഫീക്കിനാൽ ഓൾഡ് സനയ്യ ഏരിയ സംഘടിപ്പിച്ച ക്ലസ്റ്റർ മീറ്റിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ ഒരു ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെല്ലാ ആളുകളും വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ നേരം വൈകിയതാണ്. അത് നല്ലൊരു നീയത്തിലാണെങ്കിൽ ആ ഇരിക്കണ ഇരുത്തവും അള്ളാഹുവിന്റെ പക്കൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ആ ഒരു ചിന്തയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുക. റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് സംഭവങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം ആരംഭിക്കും. ഇനി എല്ലാ ആളുകളും ശരിക്കും ശ്രദ്ധിക്കണം. കൂടുതലൊന്നും എടുക്കണില്ല. വളരെ കുറച്ച് ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ട് സംഭവങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം ആരംഭിക്കും. ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധത്തിന്റെ തൊട്ടു മുമ്പായിക്കൊണ്ട് മഹാനായ സ്വഹാബി സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ പിതാവായ ഖൈസമ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹും വീട്ടിലിരിക്കുന്നുണ്ട്. ആ വീട്ടിലിരിക്കുന്ന സമയത്ത് പുറത്തു നിന്നൊരു ശബ്ദം കേട്ടു. പിതാവായ ഖൈസമ മകനായ സഅദിനോട് പറയുന്നുണ്ട്, മോനെ സഅദേ, എന്താണ് പുറത്തുണ്ടായ ശബ്ദം? അപ്പാന്റെ കുട്ടി അതൊന്ന് തിരക്കിയിട്ട് വരണം. സഅദ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങി. ആ കുറച്ച് സമയത്തിന് ശേഷം വീട്ടിൽ വന്ന് അദ്ദേഹം വാളെടുത്ത് പുറത്തേക്ക് ഇറങ്ങാണ്. പിതാവായ ഖൈസമ ചോദിക്കുന്നുണ്ട്, മോനെ സഅദേ, വാപ്പ നിന്നെ എന്തിനാണ് പറഞ്ഞയച്ചത്? അപ്പൊ അതിന് മകനായ സഅദ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി, വാപ്പ പുറത്തു പോയി ആ ശബ്ദം എന്താണ് എന്ന് തിരക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ പറഞ്ഞയച്ചത്. എന്നിട്ട് വാപ്പാന്റെ കുട്ടി അത് അന്വേഷിച്ചിട്ടുണ്ടോ? ആ വാപ്പ ഞാൻ അന്വേഷിച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്, എനിക്ക് അവിടേക്ക് പോകണം. മകനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പിതാവായ ഖൈസമ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം, മോനെ സഅദ്, നീ ചെറുപ്പമാണ്, നിനക്ക് ഒരുപാട് സമയമുണ്ട് ഇനി. അതുകൊണ്ട് ഈ അവസരത്തിൽ വാപ്പ പങ്കെടുക്കാം ഈ യുദ്ധത്തിൽ. വാപ്പാന്റെ കുട്ടിക്ക് അടുത്ത പ്രാവശ്യം യുദ്ധത്തിൽ പങ്കെടുത്തോ വാപ്പാക്ക് ഇനി ഒരു അവസരം കിട്ടുന്ന ഒരു ഉറപ്പൊന്നുമില്ല. വാപ്പാക്ക് വാർദ്ധക്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവസരം വാപ്പ ഏറ്റെടുക്കാം, അടുത്ത പ്രാവശ്യം മോന് പോയിക്കോ. പിന്നീട് കാണുന്നത് എന്താണെന്നറിയോ? വാപ്പയും മകനും തമ്മിലുള്ള ഒരു തർക്കമാണ്. എന്തിന്റെ പേരിലാണ് തർക്കം? ഒരിക്കലും ദുനിയാവിന്റെ പേരിലായിരുന്നില്ല. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ രണഭൂമിയിൽ ഷഹീദാകണം, അതിനു വേണ്ടി പരസ്പരം രണ്ടാളും തർക്കിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അവിടെ അദ്ദേഹം ആ ഒരു സ്വർഗത്തിന് വേണ്ടി മുസാറഅ നടത്തി എന്നുള്ളതാണ്. എന്താ മുസാറഅ എന്ന് പറഞ്ഞാല് ധൃതിപ്പെട്ട് മുന്നേറി. സ്വർഗത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ്? ധൃതിപ്പെട്ട് മുന്നേറുകയാണ്. അതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം, ഹിജ്റ മഹാനായ അബൂ ദാവൂദ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന മഹാനായ സ്വഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഹിജ്റ 9-ാം വർഷം തബൂക്ക് യുദ്ധ സമയം. ആ തബൂക്ക് യുദ്ധ സമയത്ത് മദീനയിൽ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു നിൽക്കുന്ന സമയം, മദീനയിലെ മരങ്ങൾക്ക് രോഗം ബാധിച്ച് പട്ടിണിയാണ്. സ്വഹാബത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. നമ്മളൊന്ന് ശരിക്കും ശ്രദ്ധിക്കണേ. ഇനി ഫോട്ടോ ഒന്നും എടുക്കണ്ട. ഓക്കെ. മദീനയിലെ മരങ്ങൾക്ക് രോഗം ബാധിച്ച് ആകെ പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു യുദ്ധത്തിന്റെ സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ക്ഷണിക്കണം. ആ സ്വഹാബത്തിനെ ക്ഷണിച്ച സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു 1000 സ്വർണ്ണ നാണയം കൊണ്ടുവന്നു കൊടുത്തു, 700 ഊഖിയ കൊണ്ടുവന്നു കൊടുത്തു. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നന്മയുടെ വിഷയത്തിൽ ഒന്ന് പരാജയപ്പെടുത്തണമെന്ന്
ഒരുപാട് കാലമായി ആഗ്രഹിച്ച് നടക്കുന്ന സ്വഹാബിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അവരുടെയൊക്കെ മത്സരം നന്മയുടെ വിഷയത്തിലായിരുന്നു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം കൊടുക്കുന്ന സമ്പത്തിനേക്കാൾ കൂടുതൽ സമ്പത്ത് എനിക്ക് കൊടുക്കണം എന്ന ആഗ്രഹം വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലുള്ള സമ്പത്തുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, മാ ബഖൈത ലി അഹ്ലിക്, ഉമറേ, എന്താണ് നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ബാക്കിയാക്കിയിട്ടുള്ളത്? ഉമറെ, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്താണ് ബാക്കിയാക്കിയിട്ടുള്ളത്? അതിനെ ഉമർ റളിയല്ലാഹു അൻഹു അതിനെ കൊടുത്ത മറുപടി മിസ്ലഹു, ഇതിന്റെ പകുതി വീട്ടിലുണ്ട്. അഥവാ വീട്ടിലുള്ള സമ്പത്തിന്റെ പകുതിയാണ് ഞാൻ കൊണ്ടുവന്നത്, ബാക്കി പകുതി എൻ്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അഥവാ ഉമർ കൊണ്ടുവന്നതിനേക്കാൾ കുറവാണ് ആര് കൊണ്ടുവന്നിട്ടുള്ളത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിൽ ഇങ്ങനെ ഒരു സന്തോഷം വന്നു, ഇപ്രാവശ്യമെങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനൊന്ന് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, മാ ബഖൈത ലി അഹ്ലിക്, അബൂബക്കറെ, കുടുംബത്തിന് വേണ്ടി എന്താണ് മാറ്റിവെച്ചിട്ടുള്ളത്? അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, അബ്ഖൈതു ലഹുമുല്ലാഹ വ റസൂലഹു, ഞാൻ അള്ളാഹുവിനും റസൂലിനെയും മാത്രമാണ് ബാക്കി വെച്ചിട്ടുള്ളത്. അഥവാ വീട്ടിലുള്ള മുഴുവൻ സമ്പത്തും വീട്ടിലുള്ള മുഴുവൻ വസ്തുക്കളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് റസൂലേ എന്ന് പറയുന്ന മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കാണ്, ലാ ഉസാബികുക ഇലാ ഷൈഇൻ അബദാ, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഒരിക്കലും മത്സരത്തിന് വരൂല. കാരണം നന്മയുടെ വിഷയത്തിൽ അബൂബക്കർ, താങ്കളെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസാബഖ നടത്തി എന്നുള്ളതാണ്. അഥവാ ഞാൻ എല്ലാവരുടെക്കാളും മുമ്പിലായിരിക്കണം, നന്മയുടെ വിഷയത്തിൽ മത്സരിക്കുമ്പോൾ ഞാൻ എല്ലാവരെക്കാളും മുമ്പിലായിരിക്കണം എന്ന മുസാബഖ. രണ്ട് കാര്യങ്ങളെ ഞാൻ പറഞ്ഞു, ഒന്ന് മുസാറഅ, രണ്ട് മുസാബഖ. ഈ രണ്ട് വാക്കും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാന്റെ 133-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് ആൽ ഇംറാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ സൂറത്ത് ഹദീദിന്റെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, സാബിക്കൂ, നിങ്ങൾ മുന്നേറണം, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ വിഷയങ്ങളിലും നന്മയുടെ വിഷയങ്ങൾ ധൃതി കാണിക്കുക എന്നുള്ളത് നല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, അത്തുദതു ഫീ കുല്ലി ഷൈഇൻ ഖൈറുൻ ഇല്ലാ ഫീ അമലിൽ ആഖിറ, എല്ലാ കാര്യത്തിലും ഒരു അവധാനത, അത് നല്ലതാണ്. ഒന്ന് ആലോചിച്ച്, ഒന്ന് ചിന്തിച്ച്, അത് വേണോ എന്നൊക്കെ ആലോചിച്ച് എടുത്തു ചാടാതെ അവധാനത കാണിക്കുക എന്നുള്ളത് നല്ലതാണ്. ഏത് കാര്യത്തിലൊഴികെ? ഇല്ലാ ഫീ അമലിൽ ആഖിറ, പരലോകത്തുള്ള കാര്യങ്ങളിൽ ഒഴികെ. പരലോകത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ പാടില്ല. എപ്പോഴാണോ അവസരം കിട്ടുന്നത് അപ്പോ അതിന്റെ മുമ്പിലേക്ക് ഇറങ്ങണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെ, ആ സ്വർഗം ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ ബാക്കി എല്ലാ പ്രയാസങ്ങളും മുൻഗാമികളുടെ മുമ്പിൽ അതെല്ലാം അവർക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു കറുത്തൊരു സ്ത്രീ വരുന്നുണ്ട്. ഹദീസിൽ ആ സ്ത്രീയുടെ പേര് പറയുന്നില്ല, ആ സ്ത്രീയുടെ ഗോത്രം പറയുന്നില്ല, അവരെ വ്യക്തമാക്കുന്ന ഒരു അടയാളം പോലും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് അൽമർഅത്തു സൗദാ, കറുത്ത പെണ്ണെന്ന് മാത്രമാണ്. എന്താ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അരികിലേക്ക് സ്ത്രീ വന്നിട്ട് പറയാണ്, ഇന്നി അസ്റഉ വ ഇന്നി അതകശഫു ഫദഉല്ലാഹ അലി, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു രോഗമുണ്ട്, ആ രോഗം മൂലം ഞാൻ ബോധം കെട്ട് വീഴാണ്. രോഗം മൂർച്ഛിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് വീഴുന്നുണ്ട്. ആ ബോധം കെട്ട് വീഴുമ്പോൾ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ശരീരത്തിന്റെ ഔറത്തൊക്കെ മറ്റുള്ള ആളുകൾ കാണുന്നുണ്ട്. ഫദഉല്ലാഹ അലി, അല്ലാഹുവിന്റെ റസൂലേ, ആ രോഗം മാറാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്കൊക്കെ പലതരത്തിലുള്ള ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ട്.
നമ്മുടെ രോഗം മൂർച്ഛിച്ച് 4 ആൾ കൂടി നിൽക്കുന്ന സമയത്ത് ബോധം കെട്ട് വീഴുന്ന ഒരു അവസ്ഥ പറയുന്ന എനിക്കോ കേൾക്കുമെന്ന് നിങ്ങൾക്കും ഇല്ല. അള്ളാഹു അത്തരം രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരിൽ എന്നെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ത്രീ വന്നിട്ട് ചോദിക്കാണ്, അള്ളാഹിന്റെ റസൂലെ, എനിക്ക് അങ്ങനെ ഒരു അസുഖം നിങ്ങൾ പ്രാർത്ഥിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് കൊടുത്ത മറുപടി, ഇൻ ശിഅ്തി സബർതി വലകിൽ ജന്ന വ ഇൻ ശിഅ്തി ദഅഉതുല്ലാഹ അൻ യുആഫീക. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും? നിന്റെ അസുഖം മാറും. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന എന്തായാലും അള്ളാഹ് സ്വീകരിക്കും. അപ്പൊ അസുഖം മാറും. പക്ഷേ നീ ക്ഷമിക്കുകയാണെങ്കിൽ വലകിൽ ജന്ന, നിനക്ക് പകരം അള്ളാഹുവിന്റെ സ്വർഗമാണ്. നീ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ നിനക്ക് പകരം അള്ളാഹുവിന്റെ സ്വർഗമാണ് എന്നുള്ളതാണ്. അപ്പോ പകരം അള്ളാഹിന്റെ സ്വർഗമാണ് എന്ന് കേട്ടപ്പോ ആ സ്ത്രീ പറഞ്ഞ വാക്ക് എന്താണെന്നറിയൂ? എങ്കിൽ റസൂലേ അസ്ബിറു, ഞാൻ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. റസൂൽ, നിങ്ങൾ ഒരു കാര്യം പറയണം. എന്തിനാണ്? നിങ്ങൾ ഒരു കാര്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഞാനിങ്ങനെ ബോധം കെട്ട് വീഴുമ്പോൾ ചിലപ്പോൾ നിലത്ത് കടന്ന് പടയുന്ന സമയത്ത് എൻ്റെ വസ്ത്രം നീങ്ങി എൻ്റെ ഔറത്ത് മറ്റുള്ള അന്യ പുരുഷന്മാർ കാണാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ബോധം കെട്ട് വീണാലും എൻ്റെ ഔറത്ത് മറ്റുള്ള ആളുകൾ വെളിവാകരുത്, അവരുടെ മുമ്പിൽ വെളിവാകരുത്. അതിനുവേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് ഈ മഹദി പറയുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതാ ഇബ്നു അബി റബാഹ് റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണ് നിനക്ക് കാണണോന്ന് ചോദിച്ചു. അപ്പൊ അതിന് താബിഈ പണ്ഡിതൻ അതാ മറുപടി കൊടുക്കാണ്, ബല, എനിക്ക് കാണണം. സ്വർഗത്തിന്റെ അവകാശിയായിട്ടുള്ള പെണ്ണാരാണ്? അപ്പൊ കാണിച്ചു കൊടുക്കാണ്, ഹാദിഹി അൽമർഅതു സൗദാ, ആ കറുത്ത പെണ്ണില്ലേ, ആ സ്ത്രീനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞാണ്, ആ സ്ത്രീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. സ്വർഗമുണ്ട് എന്ന് കേൾക്കുമ്പോൾ ബാക്കിയുള്ള പ്രയാസങ്ങൾക്ക് മുമ്പിൽ, മറ്റുള്ള പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വർഗത്തോടുള്ള അടങ്ങാത്ത പൂതിയാണ്, ആ സ്വർഗത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ്. ആ ഒരു തലത്തിലേക്ക് എത്താൻ റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം പിന്നീട് ഇസ്ലാമിക ഭരണകൂടത്തിലെ ഖലീഫയാകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ യമാമ യുദ്ധം നടക്കുന്നുണ്ട്. മുസൈലിമത്തുൽ കസ്സാബ്, പ്രവാചകത്വം വാദിച്ച മുസൈലിമത്തുൽ കസ്സാബിന് നേരെ ശക്തമായ പോരാട്ടം നടന്നു. ആ മുസൈലിമത്തുൽ കസ്സാബിനും അദ്ദേഹത്തിന്റെ കൂട്ടരുകൾക്കെതിരെ മുസ്ലിമീങ്ങൾ രൂക്ഷമായിക്കൊണ്ട് അവർക്കെതിരെ പോരാടി. മുസ്ലിമീങ്ങൾക്ക് ഏറെ പരീക്ഷണങ്ങൾ ഉണ്ടായ യുദ്ധങ്ങളിൽ ഒന്നാണ് ആ യമാമ യുദ്ധം എന്നുള്ളത്. അഥവാ 1400ഓളം സ്വഹാബത്ത് മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, 1400ഓളം സ്വഹാബത്ത് മരണപ്പെട്ട യുദ്ധമാണ് യമാമ യുദ്ധം. ആ യുദ്ധത്തിൽ മരണപ്പെടുന്ന ഒരു സ്വഹാബിയുണ്ട്, അബൂ അഖീൽ അബ്ദുറഹ്മാൻ ബിൻ അബ്ദുല്ലാ അൽ ബലവി റളിയല്ലാഹു അൻഹു എന്നാണ് ആ സ്വഹാബിന്റെ പേര്. അഥവാ ഈ സ്വഹാബി യുദ്ധത്തിനിറങ്ങി തുടങ്ങിയ സമയത്ത് തന്നെ ഒരമ്പ് വന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെയും തോളിന്റെയും ഇടയിൽ വന്ന് തറച്ചു. ഹൃദയത്തിന്റെയും തോളിന്റെയും ഇടയിൽ വന്ന് തറച്ചു. അപ്പൊ പിന്നീട് അദ്ദേഹത്തിന് എണീക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹം അവിടെ ഇരുന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ള സ്വഹാബത്ത് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഹൈമയിലേക്ക്, ടെന്റിലേക്ക് കൊണ്ടുപോയി. ടെന്റിൽ കൊണ്ടുപോയ സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബത്തൊക്കെ ടെന്റിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മുറിവ് പറ്റിയിട്ടുണ്ട്, ശക്തമായ മുറിവ് പറ്റിയിട്ടുണ്ട്. ആ മുറിവിന് ചികിത്സ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ 1400ഓളം സ്വഹാബത്ത് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഭീതിയാണ് ആ യുദ്ധം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് അവിടുന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, അൻസാരികളെ നിങ്ങൾ എണീറ്റ് വരിക. അൻസാരികളായ ആളുകളെ വിളിച്ചിട്ട് പറയാണ്, അല്ലാഹ അല്ലാഹ യാ മഅ്ശറൽ അൻസാർ കറത്തൻ അലാ ദുവ്വിക്കും യാ മൻ നസറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസാരികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഈ ശത്രുക്കൾക്കെതിരെ പോരാടുക എന്ന് അവിടുന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫനദർതു, ഞാൻ നോക്കിയില്ല, ബി അഖീലിൻ,
ആ പിന്നെ അമ്പ് കൊണ്ട് എൻ്റെ കിടക്കുന്ന അബു അക്കീലിനെ ഞാൻ ഇങ്ങനെ നോക്കി. ഇത് കേട്ട ഉടനെ അദ്ദേഹം ചെയ്തോ അദ്ദേഹം വാളെടുത്ത് യുദ്ധത്തിന് ഇറങ്ങാണ്. വാളെടുത്ത് യുദ്ധത്തിന് ഇറങ്ങുമ്പോ ബാക്കിയുള്ള സ്വഹാബത്ത് പറയുന്നുണ്ട്, അബു അക്കീൽ നിങ്ങൾ യുദ്ധത്തിന് പോണ്ട, നിങ്ങൾക്ക് പരിക്കുണ്ട്, നിങ്ങൾ യുദ്ധത്തിന് പോണ്ട, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. അപ്പൊ അതിന് പിന്നെ ഈ അബു അക്കീൽ എന്ന് പറയുന്ന സ്വഹാബി കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നീ കേൾക്കുന്നില്ലേ, ബറാ ഇബ്നു മാലിക്കും മഅൻ ഇബ്നു അദിയും എന്ന് വിളിക്കുന്നുണ്ട്. എന്താ അവര് വിളിക്കണത്? അൻസ്വാരികളെ നിങ്ങൾ വരും എന്നുള്ള വാക്ക് നീ കേൾക്കുന്നില്ലേ? അപ്പോ പിന്നെ ഈ സ്വഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയണത് അൻസ്വാരികളല്ലേ, നിങ്ങൾ ആ കൂട്ടത്തിൽ നിങ്ങൾ ഇപ്പൊ അതിൽ പോകേണ്ട ആവശ്യമില്ല. അതിന് ഈ അബു അക്കീൽ കൊടുത്ത മറുപടി ഇന്നഹുമ്മ യുനാദിയാനി അൽ അൻസാർ, അവര് വിളിക്കണത് ആരെയാണ്? അൻസാരികളായ സ്വഹാബത്തിനെയാണ്. വ അന വാഹിദും മിൻഹും, ഞാൻ അതിലൊരാളാണ്, അഥവാ ഞാനും അൻസാരിയാണ്, എനിക്കും ആ യുദ്ധത്തിൽ പങ്കെടുക്കണം. അത് പറഞ്ഞിട്ട് അദ്ദേഹം യുദ്ധത്തിന് ഇറങ്ങി. അദ്ദേഹത്തിന്റെ വലത്തെ കയ്യിൽ വാളും പിടിച്ച് ഒരു കവിത ചൊല്ലി അദ്ദേഹം യുദ്ധത്തിലേക്ക് ഇറങ്ങി. പിന്നെ നമുക്കറിയാം യമാമ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം ലഭിച്ചു. മുസൈലിമത്തുൽ കസ്സാബിനെ വഹ്ശി എന്ന് പറയുന്ന സ്വഹാബി ചാട്ടുളി എറിഞ്ഞുകൊണ്ട് മുസൈലിമ മരണപ്പെട്ടു. മുസൈലിമ മരണപ്പെട്ട സമയത്ത് അവിടെ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ പരിക്ക് പറ്റി കിടക്കുന്ന ആളുകളെ തെരഞ്ഞുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങിയപ്പോ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അബൂ അക്കീലിനെ കണ്ടു. അബൂ അക്കീലിന്റെ രൂപം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ തോളിന്റെയും ഹൃദയത്തിന്റെയും ഭാഗത്ത് അമ്പ് കൊണ്ട് ശത്രുക്കളായ ആളുകൾ അദ്ദേഹത്തിന്റെ ഒരു കൈ വെട്ടിമാറ്റിയിട്ടുണ്ട്. ഒരു കൈ വെട്ടുമാറ്റി രക്തം ഇങ്ങനെ വാർന്നൊലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിലത്ത് അബൂ അക്കീലിനെ കണ്ടപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിക്കാണ്, യാ അബാ അക്കീൽ എന്ന് വിളിച്ചു. അബൂ അക്കീലേ എന്ന് വിളിച്ചപ്പോ അവിടുന്ന് ഉറക്കെ പറയാണ്, ലബ്ബൈക് ലബ്ബൈക്. ഇങ്ങനെ അബൂ അക്കീൽ ചോദിക്കുന്നുണ്ട്, ലിമൻ ഹസിമത്ത്, ആരാണ് പരാജയപ്പെട്ടത്, ആരാണ് യുദ്ധത്തിൽ പരാജയപ്പെട്ടത് എന്ന് അബൂ അക്കീൽ ചോദിച്ചപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക, അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ശത്രുവായ മുസൈലിമ മരണപ്പെട്ടിട്ടുണ്ട്, മുസ്ലിമീങ്ങൾക്ക് വിജയം ലഭിച്ചിട്ടുണ്ട്. അബൂ അക്കീൽ അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഒരു വിരൽ ഇങ്ങനെ ഉയർത്തിയിട്ട് പറയാണ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അപ്പ അവിടെ മരണപ്പെട്ടു. ഈ സംഭവം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞ വാക്ക് റഹിമല്ലാഹു അബാ അഖീലിൻ റഹ്മതൻ വാസിഅ എന്നുള്ളതാണ്. അഥവാ സ്വർഗ്ഗം ഉണ്ടെന്ന് കേട്ടപ്പോ അതിനു വേണ്ടി നോക്കി, ആ ഹൃദയത്തിന്റെയും തോളിന്റെയും ഭാഗത്ത് അമ്പ് കൊണ്ട് ശക്തമായ പരിക്ക് പറ്റി അവിടെ നിലത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തിന് ആ യുദ്ധത്തിൽ ഇറങ്ങണമെന്ന് ഒരാളും പറയുന്നില്ല, പരിക്ക് പറ്റിയ സ്വഹാബിയാണ്. പക്ഷെ സ്വർഗത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആലോചിക്കണം, അള്ളാഹുവിന്റെ സുന്ദരമായ സ്വർഗത്തിന് വേണ്ടി നമുക്കൊക്കെ എത്രത്തോളം ത്യാഗങ്ങൾ സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ധാരണ, ഞാൻ മരിച്ചാൽ നേരെ സ്വർഗത്തിലാണ് എന്ന ഒരു ധാരണയോട് കൂടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെ, സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം ത്യജിക്കാൻ അവിടുത്തെ മുൻഗാമികൾ തയ്യാറായിരുന്നു. അന്നുമാൻ ഇബ്നു കൗക്കൽ എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം മഅറജാണ്, കാലിന് മുടന്തുള്ള ശേഷിക്കുറവുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിലേക്ക് നുഅ്മാൻ ഇബ്നു കൗക്കൽ എന്ന് പറയുന്ന സ്വഹാബി വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഉസ്റുണ്ട്, ന്യായമുണ്ട്, നിങ്ങൾ പങ്കെടുക്കണ്ട. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യാണ്, അത് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം കൊടുത്തു. അദ്ദേഹം ഉഹദിന്റെ രണഭൂമിയിലേക്ക് വന്ന് ഒരു കുഴി കുഴിച്ച് ആ കുഴിയിലേക്ക് അദ്ദേഹത്തിന്റെ കാലിറക്കി വെച്ച് മണ്ണിട്ട് മൂടി. അഥവാ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ശത്രുക്കളായ ആളുകൾ എൻ്റെ ശരീരത്തിൽ വെട്ടിയാൽ എനിക്ക് വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ തിരിഞ്ഞോടരുത്, അതിനു വേണ്ടി ഒരു കുഴി കുഴിച്ച് ആ കുഴിയിലേക്ക് കാലിറക്കി വെച്ച് മണ്ണിട്ട് മൂടി കയ്യിൽ നിന്ന് വാള് തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക കെട്ടും കെട്ടി അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, റബ്ബേ, അല്ലാഹുവാണ് സത്യം, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ മുടന്തുള്ള കാലുമായി ഞാൻ നിന്റെ അരികിലേക്ക് വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് മഹാനായ അന്നുമാൻ ഇബ്നു കൗക്കൽ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത്. അദ്ദേഹം ആ യുദ്ധത്തിൽ ഷഹീദായി. പ്രവാചകൻ പറയാണ്, ഫഇന്നി റഅയ്തുഹു ഫിൽ ജന്ന, ഞാൻ അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ കണ്ടു. മബിഹി അറജുൻ, അപ്പൊ അദ്ദേഹത്തിന് എന്തില്ല,
കാലിന് മുടന്തുണ്ടായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ശരീരം കൊണ്ട് പോരാടിയവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് സമ്പത്ത് നൽകി പോരാടിയവർ. മദീനയിലെ ഒരു അൻസ്വാരിയായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. ആ അൻസ്വാരിയായ യുവാവ്, അദ്ദേഹത്തിനൊരു തോട്ടമുണ്ട്. ആ തോട്ടത്തിന് അതിര് കെട്ടാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിരിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് ചാഞ്ഞ് അദ്ദേഹത്തിന്റെ അയൽവാസിന്റെ ഒരു ഈത്തപ്പന മരം ഉണ്ട്. അപ്പോൾ അയൽവാസിനോട് പോയിട്ട് പറഞ്ഞു, ഈ ഈത്തപ്പന മരം എനിക്ക് തരുമോ? കാരണം നിങ്ങളുടെ ഈത്തപ്പന മരം നിങ്ങളുടെ പറമ്പിലാണെങ്കിലും ആ മരം ചാഞ്ഞു നിൽക്കുന്നത് എൻ്റെ പറമ്പിലേക്കാണ്. അപ്പൊ അതിൽ ഈത്തപ്പഴം വീണ് അത് എൻ്റെ പറമ്പിൽ വീണ ഈത്തപ്പഴാണെന്ന് കരുതി ഞാൻ കഴിച്ചാൽ അതെനിക്ക് ഹക്കല്ല. അതുകൊണ്ട് ഈ ഈത്തപ്പന മരം എനിക്ക് തരും, വെറുതെ വേണ്ട, പണം ഞാൻ നൽകാം. വ്യക്തി അത് സമ്മതിക്കണില്ല. പ്രശ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തി. പ്രവാചകൻ അദ്ദേഹത്തോട് പറയാണ്, 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആ ഈത്തപ്പന മരം കുടിക്കും. പക്ഷെ ആ മനുഷ്യൻ സമ്മതിക്കണില്ല. 4ാമത്തെ പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലക ബിഹാ നഖലത്തും ഫിൽ ജന്ന, വെറുതെ വേണ്ട, സ്വർഗത്തിൽ നിങ്ങൾക്കൊരു ഈത്തപ്പന മരം ഞാൻ ഉറപ്പു തരാം. ഇത് കേട്ട ഉടനെ ആ മനുഷ്യൻ സമ്മതിക്കണില്ല. അവസാനം സ്വഹാബികളുടെ കൂട്ടത്തിൽ അബൂ ദഹ്ദാ എന്ന് പറയുന്നൊരു സ്വഹാബിയുണ്ട്. അദ്ദേഹം എണീറ്റു, അള്ളാന്റെ റസൂലേ, ആ ഈത്തപ്പന മരം അയാളിൽ നിന്ന് ഞാൻ വാങ്ങി ഈ അൻസാരിയായ സ്വഹാബിക്ക് സമ്മാനായിട്ട് കൊടുത്താലേ എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന് ഈ സ്വഹാബി ചോദിക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തീർച്ചയായും കിട്ടും. അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു ആ വ്യക്തിയുടെ, ആ തോട്ടത്തിന്റെ ഉടമയുടെ അരികിൽ വന്നിട്ട് പറയാണ്, മദീനയിൽ 600 ഈത്തപ്പന മരങ്ങളുള്ള ഒരു തോട്ടം എനിക്കുണ്ട്. ആ 600 ഈത്തപ്പന മരങ്ങളുള്ള തോട്ടം നിങ്ങൾ എടുത്തോ, പകരം എനിക്ക് ഈ ഈത്തപ്പന മരം മാത്രം മതി. ആ മനുഷ്യൻ അതിന് സമ്മതിച്ചു. എന്നിട്ട് ആ ഈത്തപ്പന മരം കിട്ടിയപ്പോ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? അത് അൻസാരിയായ യുവാവിന് സമ്മാനം കൊടുത്തു. അദ്ദേഹം നേരെ വീട്ടിൽ പോയിട്ട് അദ്ദേഹം ഉറക്കെ വിളിച്ച് പറയാണ്, യാ ഉമ്മ ദഹ്ദാ ഉഖ്റുജി മിനൽ ഹായിദ്. അഥവാ ഭാര്യനെ വിളിച്ചിട്ട് പറയാണ്, ഉമ്മു ദഹ്ദാ എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങ്, ഞാൻ ഈ തോട്ടം വിറ്റിട്ടുണ്ട്. സ്വാഭാവികമാണ്, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ മനുഷ്യനാണ്, വൈകുന്നേരം വന്നപ്പോഴേക്ക് തോട്ടം വിറ്റു എന്ന് പറയുമ്പോൾ ഭാര്യന്റെ ചോദ്യം, ലിമൻ, ആർക്കാണ് വിറ്റത്? അതിന് അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ലില്ലാ, അള്ളാഹുവിനാണ്. പകരം നഖലത്തും ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, താഴ്ഭാഗത്തൂടി അരുവികൾ ഉത്ഭവിക്കുന്ന രൂപത്തിലുള്ള തോട്ടങ്ങൾ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗ്ഗം ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ അതിനു വേണ്ടി എല്ലാം ത്യജിക്കാൻ, അതിനു വേണ്ടി എല്ലാം സമർപ്പിക്കാൻ മുൻഗാമികളായ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. ധാരാളമായിക്കൊണ്ട് അമലുകൾ ചെയ്യണം. പലപ്പോഴും നമുക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആത്മവഞ്ചനയിൽ അകപ്പെട്ടു എന്നുള്ളതാണ്. പറയുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും നമ്മളെല്ലാവരും ഒരാത്മവഞ്ചനയിൽ അകപ്പെട്ടു. എന്താണ് ആത്മവഞ്ചന? നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിച്ചു എന്ന് ആരോ നമ്മളോട് പറഞ്ഞ രൂപത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ നമ്മളെല്ലാ ആളുകളും ഇശാ നിസ്കരിച്ചു, നമ്മളെല്ലാ ആളുകളും മഗ്രിബ് നമസ്കരിച്ചു, നമ്മളെല്ലാ ആളുകളും നിന്ന് അസുറും ളുഹുറും സുബയൊക്കെ നിസ്കരിച്ചു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി ചിന്തിക്കും സഹോദരന്മാരെ, നമ്മുടെ ധാരണ എന്താ? അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇല്ല, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണമെന്നല്ല. നമ്മുടെ ഒരു ധാരണ അത് ചെയ്താൽ തന്നെ അള്ളാഹു സ്വീകരിക്കും എന്നുള്ളതാണ്. വല്ല ഉറപ്പുണ്ടോ? നമ്മൾ ചെയ്യുന്ന ആകെ നമുക്ക് റബ്ബിന്റെ മുമ്പിൽ എടുത്തു പറയാനുള്ളത് ഒരു 5 വഖത്ത് നിസ്കാരമാണെങ്കിൽ അതെന്നെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊരു ഉറപ്പും പറയാൻ കഴിയില്ല. ആരാണ് അമലുകൾ കൂടുതലായിട്ട് ചെയ്യുക? അമലുകളിൽ പോരായ്മ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളാണ്. അല്ലെ, എൻ്റെ നിസ്കാരം ശരിയായിട്ടില്ല, എൻ്റെ നിസ്കാരത്തിൽ നീയത്ത് ശരിയായിരുന്നില്ല, എൻ്റെ നിസ്കാരത്തിൽ പല ചിന്തകളും വരുന്നുണ്ട്, ഞാൻ ആരാധന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിലെനിക്ക് ഖുശൂ ലഭിക്കുന്നില്ല, അതിൽ ഭയഭക്തി ലഭിക്കുന്നില്ല എന്ന ചിന്ത മനസ്സിൽ വരുന്ന വ്യക്തിയാണ് ധാരാളമായി കൊണ്ട് അമലുകൾ ചെയ്യുക. എന്നാൽ ഞാൻ ചെയ്യണതൊക്കെ ഓക്കെയാണ്, ഞാൻ ചെയ്യണതൊക്കെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യില്ല? കൂടുതലായിക്കൊണ്ട് നന്മകൾ ചെയ്യില്ല. അതാണ് നമ്മളെല്ലാ ആളുകളും ഒരു തരം ആത്മവഞ്ചനയിൽ അകപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നിസ്കാരമാണെങ്കിലും
നമ്മുടെ ദിക്റാണെങ്കിലും നമ്മുടെ ഖുർആൻ പാരായണാണെങ്കിലും നമ്മുടെ ഏത് സൽക്കർമ്മങ്ങളാണെങ്കിലും അള്ളാഹു സ്വീകരിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. മുൻഗാമികളായ ആളുകളോട് നിങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നതിന് മറുപടിയുണ്ട്, സല്ലൈതു ഇൻ ഖബിലഹല്ലാ, ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, അള്ളാഹു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിച്ചിട്ടുണ്ട്, അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിലോ ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിസ്കാരം എന്നുള്ളത് അത് ചെയ്യാൻ നമുക്ക് കഴിയും, പക്ഷെ അത് സ്വീകരിക്കേണ്ടത് ആരാണ്? റഹ്മാനായ റബ്ബാണ്. അതിനു വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ്, ഇതൊക്കെ തന്നെ മതി, ഇത്രയൊക്കെ തന്നെ ധാരാളമാണ്, ബാക്കിയുള്ള ആളുകളൊന്നും ഇത്രക്കൊന്നും ചെയ്യണില്ലല്ലോ എന്നുള്ള ചിന്തയും പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലേ, ഞാനൊക്കെ എന്തായാലും സ്വർഗത്തിലായിരിക്കും, അല്ലെ, നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തകളാണ്. എന്തായാലും ഞാൻ സ്വർഗത്തിലായിരിക്കും, ഇനി കുറച്ചു കാലം നരകത്തിൽ കടന്നാലും എനിക്കൊക്കെ തൗഹീദ് ഉണ്ടല്ലോ, കുറച്ചു കാലം നരകത്തിൽ കടന്നാലും ഞാൻ കുറച്ചു കാലത്തിന് ശേഷം തൗഹീദ് ഉണ്ടായത് കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊക്കെ സ്വർഗത്തിലെത്തും എന്നുള്ള ഒരു ധാരണ. മുൻഗാമികളായ ആളുകൾ മുഴുവനും ഭയപ്പെട്ട ഒരു ആയത്തുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിന്റെ 47-ാമത്തെ ആയത്ത്. എന്താണ് ആയത്തെന്നറിയോ? വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. മഹ്ശറയിലെത്തുമ്പോൾ മനുഷ്യന്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചു കൊണ്ടായിരിക്കും കാര്യങ്ങൾ ഉണ്ടാകുക. നാളെ മഹ്ശറയിലെത്തുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് വിചാരിച്ചിട്ടുണ്ട്, നമ്മൾ ഓരോന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ റമളാനിൽ 30 നോമ്പ് എടുത്തിട്ടുണ്ട്, ഒരു തവണ ഖുർആൻ പൂർണ്ണമായിട്ട് മോദി തീർത്തിട്ടുണ്ട്, ജീവിതത്തിൽ 2-3 ഹജ്ജൊക്കെ ചെയ്ത ആളാണ്, 2-3 മാസം കൂടുമ്പോൾ ഓരോ ഉംറ ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും ഞാനൊക്കെ സ്വർഗത്തിലായിരിക്കും എന്നുള്ള ധാരണ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പണ്ഡിതന്മാർ പറയാണ്, ഈ ആയത്ത് ഓതിയിട്ട് അവരൊക്കെ ഭയപ്പെട്ടു. കാരണം മഹ്ശറിലെത്തുന്ന സമയത്ത് മനുഷ്യന്റെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ചു കൊണ്ടായിരിക്കും അവിടെ അവസ്ഥ ഉണ്ടാകുക. ഒന്ന് ആലോചിച്ച് നോക്കാണ്, നമ്മളിപ്പോ ഇങ്ങനെ പിന്നെന്ത് ചെയ്യാ സമാധാനപ്പെടുന്നുണ്ട്, ഞാനൊക്കെ എന്തായാലും സ്വർഗത്തിലായിരിക്കും എന്നുള്ളത്. പക്ഷെ മഹ്ശറയിൽ എത്തുന്ന സമയത്ത് അതല്ലാത്തൊരവസ്ഥ വന്നാൽ, അതാ ഉസ്സലമ എന്ന് പറയുന്ന ഒരു താബിഈ പണ്ഡിതൻ ഉണ്ടായിരുന്നു, അറിയപ്പെട്ട തുണിക്കച്ചവടക്കാരൻ, നമുക്ക് എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു ചരിത്രമാണ്. അതാ ഉസ്സലമ റഹ്മഉള്ള അദ്ദേഹത്തിന്റെ തുണി വാങ്ങാൻ വന്ന ഒരു തുണിക്കച്ചവടക്കാരൻ ആ തുണിയിൽ ചില പോരായ്മകൾ കാണിച്ചു കൊടുക്കും. ആ തുണിയിലുള്ള പോരായ്മ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് കേട്ട ഉടനെ അതാ കരയാണ്. അപ്പൊ വാങ്ങാൻ വന്ന ആള് പറയാണ്, അതായെ നിങ്ങൾ കരയാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ വാങ്ങിക്കോളാം ഈ തുണി, പക്ഷെ അടുത്ത പ്രാവശ്യങ്ങളൊന്ന് ശരിയാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചതാണ്. അപ്പൊ അതിന് അതാ കൊടുത്ത മറുപടി, നിങ്ങൾ എൻ്റെ തുണിയിൽ കാണിച്ചു തന്ന പോരായ്മകളല്ല എന്നെ കരയിപ്പിച്ചത്, ഈ തുണിയിൽ കാണിച്ചു തന്ന പോരായ്മകളല്ല എന്നെ കരയിപ്പിച്ചത്. പിന്നെ ഞാൻ കരയാനുള്ള കാരണം എന്താണെന്നറിയോ? അതാ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, അതാ ഒരുപാട് നോമ്പ് നോറ്റിട്ടുണ്ട്, അതാ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ സൽക്കർമ്മങ്ങളൊക്കെ ആയിട്ട് നാളെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ എത്തുന്ന സമയത്ത് അതായെ നിന്റെ നിസ്കാരം ശരിയായിരുന്നില്ല, അതായെ നിന്റെ സൽക്കർമ്മം ശരിയായിരുന്നില്ല, അതായെ നിന്റെ നോമ്പ് ശരിയായിരുന്നില്ല എന്ന് റബ്ബ് എന്നോട് പറഞ്ഞാല് പിന്നെ എനിക്ക് ഭൂമിയിൽ തിരിച്ചു വന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലല്ലോ. അത് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് മഹാനായ അതാ ഉസ്സലമ എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. നമ്മളൊക്കെ നമസ്കരിക്കുന്നുണ്ട്, നമ്മളൊക്കെ ഖുർആൻ ഓതുന്നുണ്ട്, നമ്മളൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ റബ്ബിന്റെ മുമ്പിൽ എത്തുന്ന സമയത്ത് അതൊന്നും സ്വീകരിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഫുലാലത്ത് ബിൻ ഉബൈദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു അണുമണി തൂക്കം ഞാൻ ചെയ്ത സൽക്കർമ്മം റബ്ബ് സ്വീകരിച്ചു എന്നറിയലാണ് ദുനിയാവും അതിലുള്ള എല്ലാ വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് ഖൈർ. അഥവാ ഞാൻ ചെയ്ത ഒരു കാര്യം, ഒരു അണുമണി തൂക്കം അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചു എന്നറിയലാണ് എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് ആ ഒരു താബിഈ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊന്നും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടക്കാരായിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മാറുന്നുള്ളതാണ്. നാളെ പരലോകത്ത് കാണുന്ന ചില കാഴ്ചകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാളെ പരലോകത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുതാ ബിൽ മൗതി കഹൈഅതി കബിശിൻ, നാളെ മരണത്തെ കൊണ്ടുവരും.
സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ള മനുഷ്യന്മാരെ ആക്കിയതിന് ശേഷം അള്ളാഹു മരണത്തെ കൊണ്ടുവരും. നമ്മൾ ആരും മരണത്തെ കണ്ടിട്ടില്ല. മരണത്തെ ഒരു കബിഷിന്റെ രൂപത്തിൽ, ഒരാടിന്റെ രൂപത്തിൽ നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല കൊണ്ടുവരും. അത് കൊണ്ടുവന്നതിന് ശേഷം ഫയുനാദി മുനാദിൻ യാ അഹ്ലൽ ജന്ന, സ്വർഗത്തിന്റെ അവകാശികളെ എന്ന് വിളിച്ചു പറയും. സ്വർഗത്തിന്റെ അവകാശികളെ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വിളിച്ചു പറയും. അപ്പൊ സ്വർഗത്തിന്റെ അവകാശികൾ അവരെ എത്തി നോക്കുന്നുള്ളതാണ്. ആ എത്തി നോക്കുന്ന സമയത്ത് അവരോട് ചോദിക്കും, ഹൽ തഅരിഫൂന ഹാദാ, ഇതാരാണെന്ന് നിങ്ങൾക്കറിയോ? അപ്പൊ സ്വർഗത്തിന്റെ അവകാശികൾ പറയും, നഅം, ഞങ്ങൾക്കറിയാം, ഹാദാ മൗത്തുൻ, ഇതാണ് മരണം. പിന്നെ അവിടുന്ന് വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറയും, നരകത്തിന്റെ അവകാശികളെ എന്ന് വിളിച്ചു പറയും. അപ്പൊ നരകത്തിന്റെ അവകാശികളും അവിടേക്ക് എത്തി നോക്കും. അവരോടും ചോദിക്കുന്നുണ്ട്, ഹൽ തഅരിഫൂന ഹാദാ, ഇതാരാണെന്ന് നിങ്ങൾക്കറിയോ? അപ്പൊ അവര് പറയും, നഅം, ഞങ്ങൾക്കറിയാം, ഹാദാ മൗത്തുൻ, ഇതാണ് മരണം. അപ്പൊ അവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഫയുദ്ബഹു, ആ ആടിനെ അറുക്കും, അഥവാ മരണത്തെ അറുക്കും. ആ മരണത്തെ അറുത്തതിന് ശേഷം അവിടുന്ന് സുമ്മ യഖൂലു, പിന്നീട് പറയാണ്, യാ അഹ്ലൽ ജന്ന, സ്വർഗത്തിന്റെ അവകാശികളെ, ഖുലൂദുൻ ഫലാ മൗത്ത്, നിങ്ങൾ ഇനി സ്വർഗത്തിൽ ജീവിച്ചോളും, ഇനി നിങ്ങൾക്ക് എന്തില്ല? മരണമില്ല. സ്വർഗത്തിൽ ശാശ്വതമായിക്കൊണ്ട് നിങ്ങൾ ജീവിച്ചോ, നിങ്ങൾക്ക് എന്തില്ല? ഇനി നിങ്ങൾക്ക് മരണമില്ല. അതേപോലെ തന്നെ വയാ അഹ്ലന്നാർ, നരകത്തിന്റെ ആളുകൾ വിളിച്ചിട്ട് പറയാണ്, ഖുലൂദുൻ ഫലാ മൗത്ത്, നിങ്ങൾ നരകത്തിൽ ശാശ്വതമായിക്കൊണ്ട് ജീവിച്ചോ, ഇനി നിങ്ങൾക്ക് നരകത്തിൽ എന്തില്ല? മരണമല്ല. അല്ലെ, മരണം നരകത്തിൽ വരുന്നില്ലേ? നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാനിൻ വമാ ഹുവ ബിമയ്യിത്. അല്ലെ, അള്ളാഹുവിന്റെ ശിക്ഷ ഇങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് 4 ഭാഗത്തു നിന്നും മനുഷ്യന് മരണം പിടികൂടും. പക്ഷെ വമാ ഹുവ ബിമയ്യിത്, അവൻ എന്ത് ചെയ്യൂല? മരിക്കൂല എന്നുള്ളതാണ്. 4 ഭാഗത്തു നിന്നും മരണം, വേദന കൊണ്ട് ആ മനുഷ്യൻ പൊളയുന്ന സമയത്ത് അവന് മരണം പിടികൂടുന്നുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യില്ല? മരിക്കണില്ല. നമ്മളൊക്കെ സാധാരണ രോഗികളെ കാണാൻ പോണ സമയത്ത് അവരൊക്കെ പറയണതാണ്, ഈ വേദന സഹിക്കാൻ വയ്യ, ഒന്ന് മരിച്ചു കിട്ടിയെന്നെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിക്കാറുണ്ട്. ഞാനൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത്. കാരണം വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ഏതൊരു മനുഷ്യനും അഭയം തേടുന്നത് മരണത്തിലാണ്. അതുകൊണ്ടാണ് ലോകത്ത് അറിയപ്പെട്ട ലെനിൻ, ആ മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് ഒരു ഭാഗം തളർന്നിട്ടാണ് മരിക്കണത്. ആ ലെനിൻ മരണപ്പെടുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ സുഹൃത്തിന് എഴുതിയ ലോക പ്രശസ്തമായ ഒരു കത്തുണ്ട്. ആ കത്തിൽ അദ്ദേഹം എഴുതിയത് എന്താണെന്നറിയോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാ, നിനക്ക് അല്പമെങ്കിലും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താണ് ഉപകാരം? ഒരു വിഷം കൊണ്ടുവന്നത് എൻ്റെ വായിൽ ഒഴിച്ചു തരണം. കാരണം ഈ വേദന സഹിച്ചുകൊണ്ട് ഈ ഒറ്റപ്പെടൽ എനിക്ക് സഹിക്കാൻ കഴിയണില്ല. അതുകൊണ്ട് ഈ ലോകത്തു നിന്ന് ഇല്ലാതാക്കി തരണം. അതിനു വേണ്ടി വിഷം കൊണ്ടുവന്ന് എൻ്റെ വായിൽ ഒഴിച്ചു തരണം എന്ന് പറഞ്ഞ ആളുകൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, നാളെ നരകത്തിൽ വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ മരിച്ചു കിട്ടിയാലേ അവിടെ എന്ത് ചെയ്യുന്നില്ല? അവസാനിക്കണില്ല. അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും ആ മനുഷ്യനെ ജീവൻ നൽകി അവിടെ വീണ്ടും ആ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നരകം എന്നുള്ളത് അതൊരു തമാശയല്ല. നരകം എന്നുള്ളത് അതൊരു തമാശയല്ല. നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. ഇന്ന് നമ്മൾ മരിക്കുകയാണെങ്കിൽ, ഇന്ന് ഈ സമയത്ത് നമ്മൾ മരിക്കുകയാണെങ്കിൽ, നാളെ ഈ സമയം ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഖബറിലായിരിക്കും. നമ്മുടെ ഖബറൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം. ആ ഖബറിൽ നമ്മുടെ ഒരു RICCന്റെ ഒരു സുഹൃത്ത് ഇതിനു മുമ്പ് പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹം പറയാണ്, നമ്മള് സ്ത്രീകൾ ചിലപ്പോൾ ഖബറ് കണ്ടിട്ടുണ്ടാകൂല. വലിയൊരു ഖബറും ഒരു ചെറിയ രൂപത്തിൽ ചെരിച്ചു വെക്കാനുള്ള രൂപത്തിലാണ് ഖബറ് കുഴിക്കാറുള്ളത്. അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ രൂപത്തിലും, ഇവിടെ ലഹദ എന്നാണ് സൗദി അറേബ്യയിലെ ഖബറ് കുഴിക്കുമ്പോൾ പറയാം. അഥവാ ഒരു വലിയ കുഴി, ഒരു ഭാഗത്ത് സൈഡിലേക്ക് തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്ന രീതിയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ ഖബർ കണ്ട ആളുകൾക്കറിയാം, ആദ്യം വലിയൊരു കുഴി, ഒരു ചെറിയ ചെരിച്ചു വെക്കാനുള്ള രൂപത്തിലാണ്. അപ്പൊ നമ്മുടെ ഒരു ഭാര്യവാഹി, അദ്ദേഹത്തിന്റെ കുടുംബക്കാരന്റെ ആരോ മരണപ്പെട്ടപ്പോ ആ മയ്യത്ത് മറമാടുന്നതിന് മുമ്പ് അദ്ദേഹം മയ്യത്ത് ആ ഖബർ കുഴിക്കാൻ വേണ്ടി പോയി. ആ ഖബർ കുഴിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ്, സത്യം ഞാൻ ആ ഖബറിൽ ഒന്ന് കടക്കാൻ എനിക്ക് തോന്നി, ഖബറിൽ ഒന്ന് കടക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ മരണത്തിന് ശേഷം അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരാൻ വേണ്ടി ഞാൻ ആ ഖബറിൽ ഒന്ന് കടന്നു.
അദ്ദേഹം പറയാണ്, വല്ലാത്തൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. വല്ലാത്തൊരു അനുഭവമാണ്. ആ കബറ് ഇങ്ങനെ കടക്കുന്ന സമയത്ത് ഒന്ന് ചെരിച്ച് കടത്തി, പിന്നെ ബാക്കിയുള്ള ആളുകൾ വന്ന് അദ്ദേഹത്തെ പൊക്കിയെടുത്തതാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, നമ്മുടെ മയ്യത്ത് കബറിലേക്ക് വെച്ച് മൂടുകല്ല് വെച്ച് 3 പിടി മണ്ണിട്ട് നമ്മുടെ കുടുംബക്കാരായ ആളുകൾ പോയാൽ പിന്നെ നമ്മുടെ പരലോക ജീവിതം ആരംഭിക്കുകയാണ്. അപ്പൊ ഏത് സമയത്തും നമ്മളൊക്കെ മരണപ്പെടാം. മരണത്തിന് പ്രായമാകണമെന്നില്ല, മരണത്തിന് തൊലി ചുക്കിച്ചുളിയണമെന്നില്ല, മരണത്തിന് വാർദ്ധക്യം എത്തണമെന്നില്ല. ഏത് സമയത്തും മരണമെന്ന അതിഥി നമ്മളെ പിടികൂടും. ഒരു പണ്ഡിതന്റെ കവിത ഉണ്ട്, അൽമൗതു കഅസുൻ വകുല്ലുൻ നാസി ശാരിബുഹു. മരണം എന്ന് പറഞ്ഞാൽ ഒരു കോപ്പയാണ്. ആ കോപ്പയിൽ നിന്ന് നമ്മളെല്ലാ ആളുകളും കുടിക്കും. എല്ലാ മനുഷ്യരും ആ കോപ്പയിൽ നിന്ന് കുടിക്കും. വൽഖബറു ബാബുൻ, ഖബർ എന്ന് പറഞ്ഞാൽ ഒരു വാതിലാണ്. ആ വാതിലിലൂടെ എല്ലാ ആളുകളും പ്രവേശിക്കും. നമുക്കൊക്കെ ഖബറുണ്ട്. അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോൾ കരഞ്ഞത്. എന്തിനാണ് ഉസ്മാൻ നിങ്ങൾ ഖബർ കാണുമ്പോൾ കരയണത്? അതിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഖബർ എന്ന് പറഞ്ഞാല് നാളെ പരലോകത്തേക്കുള്ള ഒന്നാമത്തെ കവാടമാണ്. ഖബർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കവാടമാണ്. അവിടെ ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അവന് എളുപ്പമാണ്. എന്നാൽ അതിലാരെങ്കിലും പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അവന് പ്രയാസമാണ് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ഖബറടക്കി തിരിച്ചു മടങ്ങുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞത്. എന്തിനാണ് നബി നിങ്ങൾ കരയണത്? അതിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, ഖബർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പരലോകത്തേക്കുള്ള കവാടമാണ്. ലൗ നജാ മിൻഹാ അഹദുൻ നജാ മിൻഹാ. ആ ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അവന് എളുപ്പമാണ്. ആ ഖബറിൽ ഒരാൾ പ്രയാസപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം പ്രയാസമാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ഖബറിനൊന്ന് ചേർത്തിണക്കും. ഖബറ് നമ്മുടെ മനുഷ്യന്റെ മയ്യത്ത് ഇറക്കി വെച്ച് മൂടുകല്ല് വെച്ച് കുടുംബക്കാരായ ആളുകൾ തിരിച്ചു പോകുമ്പോൾ, വേണ്ടപ്പെട്ട ആളുകൾ തിരിച്ചു പോകുമ്പോൾ ഖബറൊന്ന് കോർത്തിണക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ കൊണ്ട് കാണിച്ചു കൊടുത്ത്, 2 കൈകൾ ഇങ്ങനെ പരസ്പരം ചേർത്ത് വെച്ചാൽ എന്താണ്, അതുപോലെ മനുഷ്യന്റെ 2 വാരിയെല്ലുകൾ തമ്മിൽ അതൊന്ന് കൂർത്തിണക്കും. അതിലാരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ എൻ്റെ സഅദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. ആരാ സഅദ് റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിന്റെ മരണം കേട്ടപ്പോൾ ആകാശത്തുള്ള മുഴുവൻ കവാടങ്ങളും തുറന്നിട്ടുണ്ട്. 70,000 മലക്കുകൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ അർശ് പോലും പ്രകമ്പനം കൊണ്ട് സഅദിന്റെ മരണം കേട്ടപ്പോൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മരണം കേൾക്കുമ്പോൾ ആകാശത്തുള്ള എല്ലാ കവാടങ്ങളും പോയിട്ട് ഒരൊറ്റ കവാടമെങ്കിലും തുറക്കും. ആകാശത്ത് നിന്ന് 70,000 മലക്ക് പോയിട്ട് ഒരു മലക്കെങ്കിലും നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ വരുമോ? നമ്മുടെ മരണം കേൾക്കുന്ന സമയത്ത് അള്ളാന്റെ അർശ് പ്രകമ്പനം കൊള്ളാൻ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഇങ്ങനെയൊക്കെയുള്ള സ്വഹാബിന്റെ മയ്യത്ത് ഖബറിലേക്ക് വെച്ച് തിരിച്ചു മടങ്ങുമ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, സ്വഹാബ ഖബറൊന്ന് കൂർത്തിണക്കും, 2 വാരിയെല്ലുകൾ തമ്മിൽ പരസ്പരം ഒന്ന് കൂർത്തിണക്കും. ലൗ നജാ മിൻഹാ അഹദുൻ, അതിലാരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ എൻ്റെ സ്വഹാബി സഅദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ നിരന്തരമായിട്ട് ആലോചിക്കുക. ഇന്ന് നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ബർസഖി ജീവിതം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മളെല്ലാ ആളുകളും ഉറങ്ങുന്നുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങി രാവിലെ എണീക്കണ സമയത്ത് നമ്മുടെ ശരീരത്തിൽ എത്ര പേരിൽ റൂഹ് ഉണ്ടാകും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയും? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ആഫിനി ഫി ജസദി വറദ്ദ അലയ്യ റൂഹി വഅസിന ലി ബിദിക്രി. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിന് ആഫിയത്ത് നൽകിയ, എൻ്റെ റൂഹ് തിരിച്ചു തന്ന, നിന്നെ ഓർക്കാൻ വേണ്ടി സ്തുതിക്കാനുള്ള അവസരം നൽകിയ റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതിയും എന്നുള്ളൊരു പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മരണത്തിന് ശേഷമുള്ള ജീവിതം എപ്പോഴും നമ്മൾ ആലോചിക്കണം. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ മരണം ആ മരണം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുമ്പോൾ ആയിഷ ബീവിന്റെ മടിയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ തൊട്ടരികിൽ ഒരു പാത്രമുണ്ട്. അതിൽ വെള്ളം ഇങ്ങനെ മുക്കിയിട്ട് പ്രവാചകൻ മുഖം ഇങ്ങനെ തടവണ സമയത്ത് പറഞ്ഞ വാക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസക്കറാത്ത്. ആയിഷ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി വേറൊരാളുമില്ല. മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് എന്ന്
ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അല്ലെ, 2-3 മാസം മുമ്പ് നമ്മുടെ കൂടെ ഉംറക്ക് വന്ന നമ്മുടെ ഒരു ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം നാട്ടിലെ അൻസാർ കോളേജിലെ അധ്യാപകനൊക്കെ ആയിരുന്നു. ഉംറക്ക് വന്ന് വല്ലാത്ത ബന്ധം ഉണ്ടായിട്ടുണ്ട്. എന്നോട് ഇടക്ക് ചോദിക്കാൻ, പിന്നെ ഞാൻ ക്ലാസ്സൊക്കെ എടുക്കട്ടെ എന്നുള്ളത്. ഞാൻ അദ്ദേഹം ക്ലാസ്സൊക്കെ എടുത്ത് തിരിച്ച് വന്ന് റിയാദിലെത്തി. 2-3 ദിവസം റിയാദിൽ കഴിഞ്ഞ് പിന്നെ ദമാമിലേക്ക് പോയി. ദമാമിലൊക്കെ പോണ സമയത്ത് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ദമാമുക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ അയച്ച് ദമാമെന്ന് നാട്ടിലെത്തി. രാത്രിയാണ് എത്തുന്നത്. പിറ്റേ ദിവസം അദ്ദേഹം വീട്ടിലിരിക്കണം. വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു പണി നടക്കുന്നുണ്ട്. അവിടുന്ന് ഒരു വസ്തു തലയിൽ വീണ് അവിടെ വെച്ച് മരണപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, എത്ര പെട്ടെന്നാണ് ഓരോരുത്തരുടെ മരണം എന്നുള്ളത്. ഞാൻ ഇതിനു മുമ്പൊക്കെ സൂചിപ്പിച്ചൊരു സംഭവമാണ്. ഞങ്ങൾ ജാമിയ അൽ ഹിന്ദിൽ പഠനം പൂർത്തീകരിച്ച 16 പേരുണ്ട്. എൻ്റെ ക്ലാസ്സിൽ 16 പേര്. അതിലിന്ന് ഒരാൾ അള്ളാഹിന്റെ ഖബറിലാണ്. 15 പേരെ ഇന്ന് ലോകത്തുള്ളൂ. ഒരാൾ അള്ളാഹുവിന്റെ വിളിക്കുത്തരമേകി അവന്റെ ബർസഹി ജീവിതവുമായി കൊണ്ട് അവൻ ഖബറിലാണ്. അള്ളാഹു അവന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകൂല. അവൻ മരണപ്പെട്ട് 5 കൊല്ലം കഴിഞ്ഞു. അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകൂല ഞാൻ മരിച്ചിട്ട് 5 കൊല്ലങ്ങൾക്ക് ശേഷം റിയാദില് ഓൾഡ് സനയിൽ ഇങ്ങനെ ഒരു ക്ലസ്റ്റർ മീറ്റിങ്ങില് അവന് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഇപ്പൊ അവന്റെ ഖബറിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ മരിച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മൾ മരിച്ച് പിറ്റേ ദിവസം ഇതേപോലൊരു ക്ലാസ്സിലിരിക്കുമ്പോൾ അവിടെ നമ്മുടെ പേര് പറഞ്ഞ് നമ്മുടെ ഖബറിൽ വിശാലമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ പറഞ്ഞത്, ഉത്തറു കാസറൽ ഖബല റഹീൽ, നീ ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു അടയാളം ബാക്കിയാക്കണം. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിനെ എന്തെങ്കിലും ഒരു അടയാളം നമുക്ക് ബാക്കിയാക്കാൻ കഴിയണം എന്നുള്ളതാണ്. അവന്റെ മരണം പറയാൻ വേണ്ടി പോകുന്നത് എപ്പോഴും എൻ്റെ കണ്ണിലുണ്ട്. അവന്റെ മരണം പറയാൻ വേണ്ടി ഞാനും എൻ്റെ മറ്റൊരു ഉസ്താദും കൂടിയിട്ടാണ് പോണത്. അവൻ്റെ ഉമ്മാന്റെ അരികിൽ ചെന്നിട്ട് ഉമ്മാ സുലൈമാൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഉമ്മൻ്റെ മുമ്പിൽ വെച്ച് ബോധം കെട്ട് വീഴുന്നതും അവൻ്റെ ഒപ്പം എൻ്റെ ചുമലിലേക്ക് ചായണതൊക്കെ ഇപ്പോഴും ഒരു സ്ക്രീനിൽ എന്ന രൂപത്തിൽ എൻ്റെ കണ്ണിൽ ഇങ്ങനെ കാണാൻ കഴിയും. മരണം നമ്മൾ വിളിക്കാതെ വരുന്ന അതിഥിയാണ് പ്രിയപ്പെട്ടവരെ. ഒരാളോടും അനുവാദം ചോദിച്ച് ഒരാളോടും കാര്യങ്ങളൊക്കെ തിരക്കി വരുന്ന ഒന്നല്ല മരണം. ഏത് സമയത്തും മരണപ്പെടാം. നമ്മളൊരു ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മരണമെങ്കിൽ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു 6-7 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ചൊരു വാർത്ത ഓർമ്മ വരുന്നുണ്ട്. 2 കൂട്ടുകാര് രാത്രി സിനിമക്ക് വേണ്ടി കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോയി. ആ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കൂട്ടുകാരനൊരു ഫോൺ വന്ന് അയാൾ എന്ത് ചെയ്തു, സിനിമ പകുതിക്ക് വെച്ച് അയാൾ ഇറങ്ങിപ്പോയി. പിന്നീട് രാത്രി മകൻ വരാത്തത് കൊണ്ട് രാവിലെ കുടുംബക്കാരായ ആളുകളൊക്കെ ഈ മകനെ തെരഞ്ഞിറങ്ങാണ്. എല്ലാ ആളുകളോടും ചോദിക്കണ്ട മകനെ കണ്ടോ എന്നൊക്കെ. അപ്പൊ അവന്റെ കൂടെ ഇന്നലെ സിനിമക്ക് പോയ കൂട്ടുകാരനെയും കണ്ട് ചോദിച്ചു, എൻ്റെ മകനെ കണ്ടിരുന്നോ? അപ്പൊ അവര് പറഞ്ഞു, ഇന്നലെ ഞങ്ങൾ 2 ആളും ഒരുമിച്ച് സിനിമക്ക് പോയതാണ്, പകുതിക്ക് വെച്ച് എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ ഇറങ്ങി, പിന്നീട് അവനെ കണ്ടിട്ടില്ല. അവരെല്ലാ ആളുകളും ആ സിനിമ നടന്ന തിയേറ്ററിന്റെ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ മരിച്ച് മരവിച്ച ശരീരമായിക്കൊണ്ട് ആ സിനിമ തിയേറ്ററിന്റെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കണ രംഗാണ് അവർ കണ്ടത്. നമുക്ക് സാധാരണ പറയാറുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചാൽ അദ്ദേഹത്തിന്റെ ശരീരം മരവിക്കുന്നതിന് മുമ്പായിക്കൊണ്ട്, തണുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഓരോ പേശികൾ അളക്കി നിവർത്തി വെക്കണം അല്ലെ. മരിച്ച ആളുകളെ കണ്ട ആളുകൾക്ക് അറിയാം, മലക്കൽ മൗത്ത് റൂഹ് എടുക്കുന്ന സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ മനുഷ്യന്റെ വിരലുകളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാകും. അപ്പൊ ഓരോ വിരലും ഇങ്ങനെ നിവർത്തി നേരെ വെക്കണം. ആ ശരീരത്തിലെ ചൂട് മാറുന്നതിന് മുമ്പ് ഇത് നേരെയാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഇത് ഒടിക്കേണ്ടി വരും, നിവർത്താൻ കഴിയില്ല. അതേപോലെ തന്നെ കൈകാലുകൾ അവർ എന്ത് ചെയ്യണം, നിവർത്തി നേരെ വെക്കണം. വയറ് പൊന്താതിരിക്കാൻ വേണ്ടി കുറച്ച് ഭാരമുള്ള എന്തെങ്കിലും വസ്തുക്കൾ വയറിന്റെ ഭാഗത്ത് വെക്കണം. അത് മരണാസന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ച ആളുകൾക്ക് അറിയാം. അപ്പോ ശരീരം മരവിക്കുന്നതിന് മുമ്പായിക്കൊണ്ട്, തണുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഈ കൈകാലുകൾ നിവർത്തി നേരെ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണോ ശരീരം ഉള്ളത് അതേ രൂപത്തിലേക്ക് അവർക്ക് ഇറക്കി വെക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒടിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് പൊട്ടിക്കേണ്ടി വരും, എന്നാലേ നേരെ നിവർത്താൻ കഴിയുള്ളൂ. പക്ഷെ ഈ കുട്ടി മരണപ്പെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് ഈ സീറ്റിൽ എങ്ങനെ ഇരിക്കണം, ഇപ്പൊ ഒരു മനുഷ്യൻ എങ്ങനെ ഇരിക്കണത് അതേപോലെ അയാളുടെ മയ്യത്ത് കബറിലേക്ക് വെക്കണ രംഗം ഒന്ന് ആലോചിച്ച് നോക്കാണ്. ഒരു മനുഷ്യൻ ഇരിക്കണത് എങ്ങനെയാണോ അതേപോലെ അയാളുടെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടി എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുക, നമ്മളൊരു ഹറാമ് ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു കമീസ് എങ്ങനെയാണ് ഊരുന്നത് അതുപോലെ നമ്മുടെ ഈമാൻ ഊരി നമ്മുടെ തലന്റെ മുകളിൽ കൊണ്ടുവന്നു വെക്കും.
നമ്മൾ എപ്പോഴാണോ ഹറാം എന്ന് വിട്ടു നിൽക്കുന്നത് അപ്പോഴേ ആ ഈമാൻ നമ്മളിലേക്ക് ധരിപ്പിക്കുള്ളൂ. ഇനി ആ ഹറാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മരണപ്പെട്ടാലോ ഈമാൻ ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ മരണപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയണം. ഒരു ഹറാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഹറാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഹറാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മരണമെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ എന്താണ് നമുക്കൊക്കെ മറുപടി പറയാൻ കഴിയുക? അതുകൊണ്ട് മരണം എന്നുള്ളത് ഏത് സമയത്തും നമ്മളെ പിടികൂടാ. ആ മരണത്തിന് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നവൻ അവനാണ് ബുദ്ധിമാൻ. അള്ളാഹിന്റെ റസൂലിനോട് വന്ന് ചോദിക്കാണ്, അള്ളാഹിന്റെ റസൂലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, മരണത്തെക്കുറിച്ച് ധാരാളമായി കൊണ്ട് ചിന്തിക്കുന്നവനാണ്. മരണത്തെക്കുറിച്ചുള്ള ആ മരണാനന്തര ജീവിതത്തിൽ പണിയെടുക്കുന്നവനാണ്. ഉലൈക ഹുമുൽ അഖിയാസ്, അവനാണ് ബുദ്ധിമാൻ, അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ബുദ്ധിമാനാണോ? നമ്മൾ നമ്മുടെ മരണം ഇന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമുക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ആലോചിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണം നിസാരല്ല. സ്വർഗം എന്നുള്ളത് അത് വെറുതെ കിട്ടണ ഒന്നല്ല. മണ്ണിലിറങ്ങി പണിയെടുക്കുന്നവർക്കാണ് സ്വർഗം. ആത്മാർത്ഥമായിക്കൊണ്ട് സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക. ഒരൊറ്റ ഹദീസും പറഞ്ഞ് അവസാനിപ്പിക്കാണ്. യുനാദി മുനാദിൻ, നാളെ സ്വർഗത്തിൽ വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറയും, ഇന്നലക്കും മൻ തസിഹു ഫലാ തസ്കമു അബദാ വ ഇന്നലക്കും മൻ തഹ്യു ഫലാ തമൂതു അബദാ വ ഇന്നലക്കും മൻ തശിബു ഫലാ തഹറമു അബദാ. ഇനി നിങ്ങൾക്ക് രോഗമല്ല സ്വർഗത്തിന്റെ അവകാശികളെ, ഇനി നിങ്ങൾക്ക് രോഗമല്ല, ഇനി ക്ഷീണമല്ല, ഇനി പ്രയാസമില്ല, ഇനി എന്നും ആരോഗ്യമായ അവസ്ഥയിലായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? മരണമില്ല, എന്നെന്നും ജീവിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ സ്വർഗത്തിലുണ്ടാകുക. ഇനി നിങ്ങൾക്ക് വാർദ്ധക്യം ബാധിക്കില്ല, ഇനി എന്നും യൗവനമായിരിക്കും, തൊലി ചുക്കിച്ചുളിയില്ല, കണ്ണിന്റെ കാഴ്ച മങ്ങൂല, അതേപോലെ തന്നെ ശരീരപേശികളിൽ വേദന ഉണ്ടാകൂല. ഏറ്റവും സുന്ദരമായ ജീവിതമാണ് സ്വർഗം എന്നുള്ളത്. ആ സ്വർഗം എന്നുള്ളത് അത് കഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് സ്വർഗം ലഭിക്കുള്ളൂ. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുന്ന ഭാഗ്യവാന്മാരിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ കഴിയണം. അതിലേറ്റവും ചെറിയൊരു കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു തവണ ആയത്തിൽ കുറിച്ച് ചൊല്ലുക. ഇശാ നിസ്കരിച്ചില്ലേ, നമ്മൾ എത്ര പേര് ആയത്തെ കുറിച്ച് ചൊല്ലി? നമ്മൾ എത്ര പേര് ഇന്ന് ഇശാ നിസ്കാരത്തിന് ശേഷം ആയത്തെ കുറിച്ച് ചൊല്ലി എന്ന് ആലോചിക്കുക. പ്രവാചകൻ പറഞ്ഞില്ലേ, നിങ്ങളെ എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു തവണ ആയത്തെ കുറിച്ച് ചൊല്ലിയാൽ നിങ്ങൾക്കും സ്വർഗത്തിനുമിടയിൽ മരണം മാത്രമാണ്, അഥവാ മരിച്ച നേരെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് നിരന്തരമായി കൊണ്ട് എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരു തവണ ആയത്തെ കുറിച്ച് ചൊല്ലുക. ഒരു 2-3 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. 2-3 മിനിറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ എല്ലാ ദിക്റും ഈ പ്രാർത്ഥനയും ഈ ദിക്റും കാര്യങ്ങളൊക്കെ നമുക്ക് നിരന്തരമായിട്ട് ചെയ്യാൻ കഴിയും. അള്ളാഹു അതിനെ മനസ്സ് തരുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹിന്റെ കൂടെ അള്ളാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് ഹിദായത്തിലായി മരിക്കാനുള്ള തൗഫീഖും റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.